ഹായ് സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഞാനും അമ്മയും കൂടിയിട്ട് കാശ്മീർ ട്രിപ്പ് പോയിട്ട് അതിന്റെ ബ്ലോഗ്സ് ഒക്കെ അസ്വി ബ്ലോഗ്സിൽ ഇട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മഞ്ഞ് കാണുന്നതിൽ ഇത്രയും പേർക്ക് സന്തോഷം ഉണ്ടാവും എന്നുള്ളത് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഞാൻ പണ്ട് മുതലേ പറയുന്ന കാര്യമാണ്, എനിക്ക് സ്നോഫോള് കാണണം. ചെറുപ്പം ഇങ്ങനെ കുഞ്ഞായിരുന്നപ്പോൾ മുതലേ ഉള്ള ആഗ്രഹം, സിനിമയിലൊക്കെ കണ്ടിട്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു എനിക്ക് എന്റെ Q&A വീഡിയോ ഒരു 6, 7, 8 വർഷം മുമ്പൊക്കെ ഞാൻ Q&A വീഡിയോസിലൊക്കെ പറയാറില്ലേ, അപ്പൊ അത് പറഞ്ഞ് കേട്ടിട്ട് എല്ലാവർക്കും ഓർമ്മയുണ്ടായിരുന്നു. എന്നിട്ട് കുറെ പേർക്ക് നല്ല സന്തോഷമായി. അപ്പൊ എനിക്ക് അത് കണ്ടപ്പോ കൂടുതൽ സന്തോഷമായി. നമ്മളിങ്ങനെ പറയില്ലേ, ഈ ലോകത്ത് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കുശുമ്പാണ്, ദേഷ്യാണ്, 4 മലകൾ ചേർന്നാലും 2 ചേരില്ല എന്നൊക്കെ പറയില്ല. അതൊക്കെ വെറുതെ പറയണത് നമുക്കറിയാം. പക്ഷെ എന്നാലും വിമൻ ആർ സോ ഹാപ്പി ഫോർ ഈച്ച് അതർ അല്ലേ? വേറൊരു സ്ത്രീയുടെ സന്തോഷത്തില് നമ്മൾ ആക്ച്വലി ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. എനിക്ക് അങ്ങനത്തെ ഒരു പോസിറ്റീവ് അപ്രോച്ചാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ. അപ്പൊ അതിൽ ഏറ്റവും അധികം കോമന്റ്സ് ഉണ്ടായിരുന്നത് എങ്ങനെയാണ് പോയത്, എത്ര ചെലവ് ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കോമന്റ്സ് ഉണ്ടായിരുന്നു. സാധാരണ ഞാൻ ട്രാവൽ വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഇന്ന പോലെ പറയാറില്ല. കാരണം എനിക്ക് ട്രാവൽ ഏജൻസീസും അങ്ങനത്തെ ഒക്കെ ഇങ്ങനെ റെക്കമെൻഡ് ചെയ്യാനൊക്കെ ഇത്തിരി പേടിയാണ്. നമുക്ക് അറിയില്ലല്ലോ, ഇപ്പൊ ബ്യൂട്ടി പ്രോഡക്ട്സ് പോലെയല്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ നമുക്ക് ധൈര്യമായിട്ട് പറയാം. കാരണം ഞാൻ 10ഉം 15ഉം തവണ അല്ലെങ്കിൽ 2 മാസമൊക്കെ യൂസ് ചെയ്തിട്ടാണ് പറയണത്. അപ്പൊ എനിക്ക് എന്റെ സ്കിന്നിൽ ഇങ്ങനെയാന്നൊക്കെ എനിക്ക് പറയാം. പക്ഷെ മറ്റു കാര്യങ്ങൾ വരുമ്പോൾ എന്റെ ഒരു ഏരിയ അല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ അതിൽ ഇടപെടാറില്ല. എന്നാലും ചോദിക്കുന്നവരടുത്ത് നമ്മൾ പറയാൻ. ഇപ്പൊ തായ്ലൻഡിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മളായിട്ട് തന്നെ ഇങ്ങനെ കറബറാന്ന് പോയതാ. അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഞങ്ങൾ കൂടുതലും പോയത് ഷോപ്പിങ്ങും അതും ഇതൊക്കെ, അല്ലാണ്ട് ടൂറിസ്റ്റ് സ്പോട്ട് എന്നുള്ള രീതിയിലല്ല. ഇത് പക്ഷെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കാശ്മീർ ആയതുകൊണ്ട് ഒരുപാട് പേർക്ക് പോവാൻ താല്പര്യം ഉള്ളതുകൊണ്ടാണ് എന്നുള്ളത്. അപ്പൊ ഞാൻ എന്റെ ആ ഒരു പ്ലാൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് പറയാം. അപ്പൊ ഞാനും അമ്മയും കൂടി മാത്രമാണ് കേട്ടോ പോയത്. അത് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താ ഇമ്മക്കുട്ടീനെ കൊണ്ടുപോകാഞ്ഞെന്നൊക്കെ ചോദിച്ചിട്ട്. എനിക്ക് അമ്മേനെയും കൊണ്ട് പോണം എന്നുള്ളത് എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ളത്. കഴിഞ്ഞ വർഷം മലേഷ്യയിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനും എൻ്റെ അനിയനും അമ്മയും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനും ഏട്ടനും ഇമ്മക്കുട്ടിയും കൂടെ വേറെ ട്രിപ്പ് പോകാറുണ്ട്. അത് കൂടാതെ എനിക്ക് സോളോ ട്രിപ്പ് പോകണമെന്നും ആഗ്രഹമുണ്ട്. ഇതിപ്പോ കാശ്മീർ നല്ല എക്സ്ട്രീംസ് തണുപ്പുള്ള സമയത്താണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് അമ്മയെ കാണിക്കണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏട്ടൻ അങ്ങനെ ട്രാവലിംഗ് എല്ലാ തരത്തിലൊന്നും താല്പര്യമുള്ള ആളല്ല. ഞാൻ നിർബന്ധിക്കാറില്ല. പിന്നെ എനിക്ക് തനിയെ ഇമ്മക്കുട്ടീനെ കൊണ്ടുപോകാൻ ഇത്തിരി ടെൻഷൻ. ഞാനും ഏട്ടനും ഇമ്മക്കുട്ടിയും കൂടെ പോവാണെങ്കിൽ എനിക്ക് പറ്റുള്ളൂ. അതല്ലാണ്ട് അവൾ ഇത്ര ദൂരേക്കൊക്കെ തനിയെ കൊണ്ടുപോകാൻ എനിക്ക് ഇത്തിരി പേടി. അപ്പൊ കുഞ്ഞുന് ഇനി ഇത്ര അവസരങ്ങളുണ്ട് അല്ലേ ഇമ്മക്കുട്ടി? ശരി, ഇമ്മക്കുട്ടി സ്ട്രോങ് ആൻഡ് ഇൻഡിപെൻഡന്റ് ആണെന്നാണ് പറയുന്നത്. പക്ഷെ എന്നിരുന്നാലും എനിക്ക് അമ്മയെ കൊണ്ട് കാണിക്കണം, ഒരു ട്രിപ്പ് അമ്മയെ കൊണ്ട് മഞ്ഞ് വീണത് കാണിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് മഞ്ഞ് വീണ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനും അമ്മയും കൂടെ പോവാന്നുള്ള തീരുമാനത്തിലായി. അപ്പൊ എനിക്ക് ടെൻഷനായി. കാരണം കാശ്മീർ എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരം ഉണ്ടല്ലോ. പിന്നെ നമ്മൾ ഇങ്ങനെ വീഡിയോസ് നോക്കും തോറും കാശ്മീരിലെ സ്കാംസ് ഒക്കെയാണ് കൂടുതൽ കാണുന്നത്. അവിടെ ഇങ്ങനെ ആൾക്കാർ കുറെ പറ്റിക്കും, അങ്ങനെ ഇങ്ങനെ കേട്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടി ടെൻഷനായി. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും നോക്കാം. അപ്പൊ ഞാൻ കുറെ ഏജൻസീസിനെ വിളിച്ച് ചോദിച്ചു. കുറെ പേര് എനിക്ക് പ്ലാൻസ് തന്നു. അപ്പൊ എനിക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്ലാൻ തന്നെ വേണമെന്നുണ്ടായിരുന്നു. അതായത് ഗ്രൂപ്പ് ട്രാവൽ വേണ്ട, ഞാനും അമ്മയും കൂടെ ഒരു വണ്ടിയിൽ പോകണം, സേഫ് ആൻഡ് സെക്യൂർ ആയിരിക്കണം എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നോക്കി ഞാൻ കണ്ടുപിടിച്ചതാണ് ഫെന്റാസ്റ്റിക് ട്രാവൽ പ്ലാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏജൻസി കേട്ടോ. എനിക്കത് അവരുടെ പ്ലാൻ കേട്ടപ്പോൾ ഇഷ്ടമായി എന്നുള്ളത് മാത്രമല്ല, അവർക്ക് നല്ല ക്ഷമയുണ്ടായിരുന്നു. നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും അവർ നല്ല സമാധാനത്തോടു കൂടിയിട്ട് ഉത്തരം പറയുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ നമ്മുടെ പ്ലാൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ 19 ഫെബ്രുവരി അന്നാണ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പൊ നമ്മൾ ത്രൂ ഫ്ലൈറ്റ് ആണ് പോയത്. ട്രെയിൻ പോകുമ്പോൾ കുറെ ദൂരല്ലേ. പിന്നെ അത് മാത്രമല്ല, പിന്നെ ഡൽഹിയിൽ നിന്ന് നമ്മൾ ബസ്സിലൊക്കെ പോകേണ്ടി വരും. അവിടെ ട്രെയിൻ ശരിയായിട്ടില്ലല്ലോ, ഡൽഹി ടു ശ്രീനഗർ ശരിയായിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെ പോയാൽ നമുക്ക് പൈസയിൽ ഒരുപാട് ലാഭം കിട്ടും കേട്ടോ. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഫ്ലൈറ്റ് ചാർജ് പറയാം. ഫ്ലൈറ്റ് ചാർജ് നല്ല അടിപൊളിയായിട്ട് പൊട്ടി. അത് നമ്മൾ തന്നെയാണ് കേട്ടോ ബുക്ക് ചെയ്യുന്നത്. മറ്റു കാര്യങ്ങൾ നമ്മൾ പൈസ കൊടുത്തിട്ട് അവർ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഫ്ലൈറ്റ് ചാർജ് വന്നിട്ട് ഒരാൾക്ക് ഒരു മാസം മുമ്പ് ബുക്ക് ചെയ്തിട്ട് തന്നെ 12,000 രൂപയോളായി ഒരാൾക്ക്. 11 to 12 അറൗണ്ടായി. നമുക്ക് എന്തായാലും ഒരു 10 പിടിച്ചോളൂ. അതായത് കൊച്ചി ടു ശ്രീനഗർ ആണെങ്കിൽ അറൗണ്ട് ഒരു 10 ആയിട്ടാണ് ഞാൻ കണ്ടത്. പിന്നെ നമ്മൾ വേറെ വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഓഫേഴ്സ് ഉണ്ടെങ്കിൽ ഉണ്ടാവും കേട്ടോ. അതല്ലെങ്കിൽ എന്തായാലും അറൗണ്ട് 10 to 12 എന്തായാലും ഉണ്ടാവും. നല്ല പീക്ക് ടൈമിലൊക്കെ 15ഉം അതിൽ കൂടുതലൊക്കെ ആവാം. അപ്പോൾ ഞങ്ങൾക്ക് അറൗണ്ട് ഒരു 11 to 12 ഇടയിലാണ് ആയത്. അപ്പോൾ ഒരാൾക്ക് കേട്ടോ. അപ്പൊ അറൗണ്ട് ഒരു 50 തന്നെ. 50 വരുമോ? അയ്യോ, കാൽക്കുലേറ്റർ എടുക്കടാ. പൊന്നു പറയോ? ഒരാൾക്ക് 12,000 ആണെന്ന് വിചാരിക്കൂ.
ഓ ഓക്കെ, 24,000 പ്ലസ് 24,000. ആ അതെ. ഓ എന്റെ കുട്ടിക്ക് ഇത്ര ബുദ്ധി. 48. താങ്ക് യു ഉമ്മക്കുട്ടി, താങ്ക് യു. അറൌണ്ട് ഒരു 50 ഫ്ലൈറ്റ് ചാർജ് പ്രതീക്ഷിച്ചോളൂ കേട്ടോ. അപ്പൊ അത് അത്രയുണ്ട്. അത് കഴിഞ്ഞിട്ട് അതായത് രണ്ടാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാനുള്ള ചാർജ് ആണ്. പിന്നെ ഇത് പ്ലാന്റെ ചാർജ് എന്ന് പറയുന്നത് ഈ ഫെന്റാസ്റ്റിക് ട്രാവൽ പ്ലാൻസിന്റെ 30,000 പ്ലാൻ ആണ് നമ്മൾ എടുത്തത്. അങ്ങനെയാകുമ്പോ 5 രാത്രിയും 6 പകലും. ഓക്കെ, 6 ദിവസം എന്ന് പറയാം. 6 ദിവസത്തെ ട്രിപ്പിന് 30,000 രൂപയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഞാൻ അതിന്റെ ഒരു ഇതെങ്ങനെയായിരുന്നു എന്നുള്ളത് പറയാം. 19-ാം തീയതി നമ്മള് രാവിലെ പോയി, പുലർച്ചെ പോയി. 7:30ക്കാണ് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. നമ്മൾ ശ്രീനഗറിൽ എത്തുമ്പോൾ 3:30 അപ്പൊ കണക്ടിങ് ഫ്ലൈറ്റ് ആണ്, അതുണ്ടാവും. ഇടയിൽ കുറച്ച് ലേ ഓവർ ഉണ്ടാവും, അതും പ്രതീക്ഷിക്കണം. ഏകദേശം ഒരു ദിവസം മൊത്തം നമുക്ക് ആ ഒരു യാത്രയ്ക്ക് അങ്ങ് പോകും. പിന്നെ നേരെ നമ്മൾ പോയത് പെഹൽഗാമിലേക്കാണ്. അപ്പൊ ഏകദേശം വൈകിട്ട് ഒരു 6:30ക്കാണ് നമ്മൾ പെഹൽഗാമിൽ എത്തിയത്. നമുക്ക് ശ്രീനഗർ ടു പെഹൽഗാം ഏകദേശം 2 മണിക്കൂർ ദൂരമുണ്ട്. അന്നത്തെ ദിവസം കിടന്നുറങ്ങി റെസ്റ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസം നമ്മൾ ചെക്ക് ഔട്ട് ചെയ്തു. ആ ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ചെക്ക് ഔട്ട് ചെയ്തു. അപ്പൊ ഈ 30,000 രൂപയുടെ പ്ലാനിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും അതേപോലെ തന്നെ ഡിന്നറും ഇൻക്ലൂഡഡ് ആണ്. അതേപോലെ തന്നെ ഫുൾ ട്രാവലും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ മറ്റേ ആ ടിക്കറ്റ് ചാർജും ഇൻക്ലൂഡഡ് ആയിരുന്നു. നമ്മുടെ ആ കേബിൾ കാർ ഇല്ലേ, അതും ഇൻക്ലൂഡഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്തിട്ട് അന്നത്തെ ദിവസം പെഹൽഗാമിൽ കറങ്ങാൻ പോയി. ഇനി ഉള്ള ചെലവുകൾ നമ്മൾ എടുക്കണം കേട്ടോ. അതായത് അവിടെ പോയിട്ട് കുതിരപ്പുറത്ത് പോലും കാര്യങ്ങൾക്കൊക്കെ ചെലവുണ്ട്. അതായത് നമ്മൾ പെഹൽഗാമിന്റെ ഒരു പോയിന്റ് വരെ എത്തിയിട്ട് ഇൻ കേസ് അവിടെ ഒരുപാട് മഞ്ഞുവീഴ്ചയും കാര്യങ്ങളും ആണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കാറ് അങ്ങോട്ടേക്ക് അലൗ ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയിൻഡ് കാർ വേറെ എടുക്കേണ്ടി വരും, അതിന് വേറെ പൈസ കൊടുക്കണം. പക്ഷെ അന്ന് നമുക്ക് അതിന്റെ ആവശ്യം വന്നില്ല കേട്ടോ. നമ്മുടെ കാറിൽ തന്നെയാണ് കൊണ്ടുപോയത്. പിന്നെ അവിടെ നിന്ന് കുതിരപ്പുറത്താണ് നമ്മൾ മുകളിലേക്ക് പോയത്. കുറച്ച് പേര് പറഞ്ഞു കുതിരനെ ഉപയോഗിക്കരുതായിരുന്നു എന്നുള്ളത്. പക്ഷെ അതല്ലാണ്ട് വേറെ വഴിയില്ല. അപ്പൊ കാറോ അല്ലെങ്കിൽ നമുക്ക് നടന്നു പോകാനോ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പോവായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല, കുതിരപ്പുറത്ത് തന്നെ പോകണം. അപ്പൊ അവര് ഒരുപാട് പൈസയൊക്കെ പറയും, നമ്മൾ ബാർഗെയിൻ ചെയ്യണം. അപ്പൊ നമ്മുടെ ബാർഗെയിനിങ് സ്കിൽസിനനുസരിച്ചിട്ടാണ്. 600 രൂപ മുതൽക്ക് 3,000 to 5,000 രൂപ വരെയുണ്ട്. അത് നമ്മൾ എത്ര ദൂരം പോണു എന്നതിനനുസരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ അത് ആ ഒരു പൈസ നമുക്ക് അന്നത്തെ ദിവസം കരുതണം. നല്ല തണുപ്പായിരുന്നു കേട്ടോ നമ്മൾ പോയ സമയത്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പെഹൽഗാമിൽ നമ്മൾ നേരെ വരുന്നത് ശ്രീനഗറിലേക്കാണ് കേട്ടോ. എന്നിട്ട് അന്നത്തെ ദിവസം നമ്മൾ അവിടെ താമസിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ശ്രീനഗറിൽ നിന്ന് പോകുന്നത് ഗുൽമർഗിലേക്കാണ്. ഗുൽമർഗിലാണ് ഈ കേബിൾ കാർ ഉള്ളത്. അപ്പൊ ഈ കേബിൾ കാറിന്റെ അവിടെ വരെ എത്താനായിട്ട് ഒന്നില്ലെങ്കിൽ നമുക്ക് നടന്നു പോവാം. അതായത് ഒരു പോയിന്റ് വരെ ഇത് ഡ്രോപ്പ് ചെയ്യുള്ളൂ, കാറ് ഡ്രോപ്പ് ചെയ്യുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഞ്ഞുവീഴ്ചയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് വേറെ ടാക്സി ബുക്ക് ചെയ്യേണ്ടി വരും. എഗെയിൻ നമുക്ക് അതിന്റെ ആവശ്യം വന്നില്ല. പിന്നെ അവിടെ എഗെയിൻ നമുക്ക് ഈ സ്നോ ബൂട്ട്സും അതേപോലെ ജാക്കറ്റും വാടകയ്ക്ക് എടുക്കേണ്ടി വരും. പെഹൽഗാമിലും ചിലപ്പോൾ നമുക്ക് വേണ്ടി വരും കേട്ടോ, ആ തണുപ്പിനനുസരിച്ച്. എന്തായാലും ബൂട്ട്സ് വാടകയ്ക്ക് എടുത്താൽ നല്ലത്. അതൊരു 100 to 200 രൂപയ്ക്ക് ആയുള്ളൂ കേട്ടോ. അപ്പൊ ഈ ഗുൽമർഗിലേക്ക് പോയപ്പോഴാണ് ശരിക്കും ഞാൻ പറ്റിക്കപ്പെട്ടത്. അതിന്റെ തലേദിവസം പെഹൽഗാമിൽ നമുക്ക് ബാർഗെയിൻ ചെയ്ത് നല്ല ഡീലില് നമുക്ക് കാര്യങ്ങൾ കിട്ടി കേട്ടോ. മറ്റേ കുതിരപ്പുറത്ത് പോയതൊക്കെ നല്ല ലാഭമായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. ലാഭം അല്ലെങ്കിലും വലിയ നഷ്ടം വന്നില്ല. പക്ഷെ ഈ ഗുൽമർഗിൽ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ നമ്മൾ അവിടെ നിർത്തിയിട്ട് അവര് പറഞ്ഞു ഇനി ഇവിടെ നിന്ന് നടന്നു പോകാൻ പറ്റില്ല. അവിടുത്തെ ആളുകൾ കേട്ടോ എന്നിട്ട് പറഞ്ഞു ഈ ഒരു വണ്ടി ഉണ്ട്, പെട്ടിപ്പുറത്ത് പോലത്തെ ഒരു പെട്ടി കൊണ്ട് പോലെയുള്ള ഒരു സാധനം, അതിൽ കൂടെ കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. അമ്മയ്ക്ക് വയ്യാത്തല്ലേ, അമ്മേനെ കൊണ്ട് നടക്കണ്ട. എന്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ നടക്കാനായിട്ട്. പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞ് അത് അവിടെ കുറച്ച് പൈസ നഷ്ടമായിട്ടോ നമുക്ക്. ഇറ്റ്സ് ഓക്കെ, അത് പാർട്ട് ആൻഡ് പാർസൽ. അത് ഇത് മനസ്സിൽ വെക്കണേ. ഇങ്ങനത്തെ ഒരുപാട് ബാർഗൈനിങ്ങും കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ സമാധാനമായിട്ട് ഒരു മൂലയ്ക്കൂടെ നടക്കാന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല. അവര് നമ്മളിങ്ങനെ ഒരു അലുവ പുറത്ത് ഈച്ച പൊതിയുന്ന പോലെ നമ്മളിങ്ങനെ പൊതിയും. അപ്പൊ നമ്മൾ 2 സ്ത്രീകൾ മാത്രമാകുമ്പോൾ നമ്മളിങ്ങനെ ആകെ ഇതൊന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ മതി എന്ന് തോന്നും ചില സമയത്ത്. ഈവൻ ദോ അവരാള് നല്ല ആൾക്കാരാണ്, വേറെ തരത്തിലുള്ള ഉപദ്രവവും കാര്യങ്ങളും ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. എനിക്ക് വളരെ സേഫ് ആയിട്ട് ഫീൽ ചെയ്ത്. ചില സ്ഥലത്ത് പോകുമ്പോൾ നമ്മളിങ്ങനെ തുറച്ചു നോക്കുക അങ്ങനത്തെ ഫീലൊക്കെ ഉണ്ട്, അതൊന്നും ഉണ്ടായില്ല കേട്ടോ. പക്ഷെ ഇതാണ് അവരുടെ ജീവിതമാർഗം. ഇതായതുകൊണ്ട് അവര് മാക്സിമം, അതായത് ഈ ടൂറിസം ആണല്ലോ അവരുടെ ജീവിതമാർഗം, അപ്പൊ അവര് മാക്സിമം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ പോയാലേ പറ്റുള്ളൂ, ഗൈഡ് വേണം. ഗൈഡിന്റെ ഒന്നും ഒരു ആവശ്യമില്ല കേട്ടോ, നല്ല സ്മൂത്ത് ആണ് കാര്യങ്ങൾ. പക്ഷെ അവര് നമുക്ക് ചെവിതല തരില്ല, ആ രീതിക്കാണ്. അപ്പൊ അവിടെ അങ്ങനെ ചെലവുണ്ട് കേട്ടോ ഗുൽമർഗിൽ പോയി കഴിഞ്ഞാൽ. പിന്നെ കേബിൾ കാറിൽ, അതായത് ഗോൽക്കൊണ്ട റൈഡില്ലേ, അതിൽ പോണത് നമ്മൾ ഓൾറെഡി തന്നെ 10-20 ദിവസം മുമ്പ് തന്നെ ടിക്കറ്റ് എടുത്ത് വെക്കണം. അത് ഇവർ എടുത്തു തരും. ഏജൻസിക്കാരും വേണമെങ്കിൽ അവർ തന്നെ എടുത്തു തരും കേട്ടോ. പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റും അവർ തന്നെ വേണമെങ്കിൽ ബുക്ക് ചെയ്ത് തരും, നമ്മൾ പൈസ കൊടുത്താൽ മതി. അപ്പൊ അതായിരുന്നു അന്നത്തെ. ഗുൽമർഗ് വാസ് ഓക്കെ. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് പെഹൽഗാമാണ്. കാണാനും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് പെഹൽഗാം തന്നെയാണ് കേട്ടോ. പിന്നെ പിറ്റേ ദിവസം നമ്മൾ ചെക്ക് ഔട്ട് ചെയ്തിട്ട് സോൻമർഗിൽ പോയി. ഇവിടെയാണ് അടിപൊളി സാധനം. കാരണം നമ്മൾ സോൻമർഗിൽ ഒരു അടിപൊളി സ്ഥലം, ഒരു 5 സ്റ്റാർ
ഒരു ഹോട്ടൽ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ലക്ഷൂറിയസ്. അതിന് നല്ല പൈസ കേട്ടോ. അത് ഇതിൽ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്, അതുകൊണ്ടാണ് ഈ 30,000 രൂപ വന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, കൺട്രി സൈഡ് റാഡിസൺ ബ്ലൂ, അത് നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. 10 to 15, 20, 25 ആയിരം വരെ ഉണ്ട് അവിടെ താമസിക്കണമെങ്കിൽ. കാരണം നമ്മൾ മഞ്ഞിന്റെ ഉള്ളിലാണ് താമസിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അവിടെ വെച്ചിട്ട് നമ്മൾ സാരി എടുത്തിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടേക്ക് പോണ വഴിക്ക് നമുക്ക് ഗ്രേഷ്യറിൽ എഗെയിൻ പോണി റൈഡിൽ ഗ്രേഷ്യറിൽ പോകാം. പക്ഷെ നമ്മൾ ഓൾറെഡി തന്നെ ഇത്രയും പോണി റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാരണം അമ്മ കുറച്ച് ടയേർഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് നേരെ ഹോട്ടലിലേക്ക് തന്നെ പോകാം, അങ്ങനെ ഹോട്ടൽ എക്സ്പ്ലോർ ചെയ്യാന്ന് ചോദിച്ചു. പിന്നെ എനിക്ക് എന്തായാലും റീലും കാര്യങ്ങളൊക്കെ എടുക്കണമായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് അത് താല്പര്യമില്ലെങ്കിൽ സോൻമർഗും എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ അവിടെ റീൽ എടുത്തു തരാൻ ആളുകളുണ്ടാവും സോൻമർഗിൽ. അപ്പൊ ഒരു റീലിന് 400, 500 ഒക്കെ പറയും അവര്. ചിലര് ബാർഗൈൻ ചെയ്ത് 200 വരെയൊക്കെ കൊണ്ടെത്തിക്കും. നമ്മുടെ മോഹത്തിന് വേണമെങ്കിൽ അവരെ കൊണ്ട് റീൽ എടുപ്പിക്കാം. ഞാൻ കുറെയൊക്കെ റീല് ഞാൻ തന്നെ എടുത്തു, വീഡിയോസ് എല്ലാം ഞാൻ തന്നെ എടുത്തു. പക്ഷെ ആ സാരി എടുത്ത റീൽ അവിടുത്തെ ഒരു പയ്യനാണ് കേട്ടോ എടുത്തതെന്ന്. എനിക്ക് അത് ഇഷ്ടപ്പെട്ടു, നന്നായി ചെയ്തു. അവര് ഐഫോൺ വെച്ചിട്ട് എടുക്കുന്നതെന്ന് വെച്ചാൽ ഐഫോൺ 15 എന്റെ കയ്യിലുള്ള ഫോൺ വെച്ചിട്ട് തന്നെ എടുക്കണേ. പക്ഷെ അവരെങ്ങനെ എഡിറ്റ് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ പയ്യനോട് പോരുന്നു എന്റെ കൂടെ അങ്ങനെ ചോദിക്കാൻ തോന്നി. കാരണം നമുക്കിങ്ങനെ എഡിറ്റ് ചെയ്യണ കാണുന്നു, പെട്ടെന്ന് പെട്ടെന്ന് ടക്ക് 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 എഡിറ്റ് ചെയ്യുന്നു. അങ്ങനെ ആ രീതിക്ക് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെ ഈ പോണി റൈഡിനൊക്കെ ഒരു 1000, 1500 to 3000 രൂപ വരെയൊക്കെ ഉണ്ടാവും. അതൊക്കെ കരുതണേ കയ്യില്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മൾ സോൻമാർഗിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തിട്ട് നമ്മൾ നേരെ ശ്രീനഗറിലേക്കാണ് വരുന്നത്. ശ്രീനഗറിലേക്ക് വരുന്ന വഴിക്ക് തന്നെ നമ്മൾ ദൽ ലേക്കിൽ പോയി, പിന്നെ ശ്രീനഗറിലുള്ള ബാക്കി സ്ഥലങ്ങളിലൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ശ്രീനഗറിൽ തന്നെ അന്നത്തെ ദിവസം താമസിച്ചിട്ട് പിറ്റേ ദിവസമാണ് നമുക്ക് ചെക്ക് ഔട്ട് ചെയ്യണേക്കാട്ടും മുന്നേ കുറച്ച് സമയം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ശ്രീനഗർ മാർക്കറ്റിൽ ആ മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ മുഗൾ ഗാർഡനിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് മറ്റേ കാശ്മീരി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആകെ മൊത്തം ചെലവ് ഫ്ലൈറ്റ് ചാർജ് തന്നെ രണ്ടാൾക്കും കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയിട്ട് ഒരു 50,000 രൂപ വരും. അത് കൂടാണ്ട് 50,000 കുറച്ച് കൂടുതൽ, 48, എന്നാലും 50 എടുക്കാം നമുക്ക്. നമ്മൾ അവിടെ പോയി എന്തെങ്കിലുമൊക്കെ കഴിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. പിന്നെ വന്നിട്ട് നമുക്ക് 30,000 രൂപയാണ് പാക്കേജ് എക്സ്പെൻസ് വരുന്നത്. ആ 30,000 രൂപ പാക്കേജ് എക്സ്പെൻസ് കൂടാണ്ട് നമുക്ക് ഉച്ച നേരത്ത് നമ്മൾ എന്തെങ്കിലും കഴിക്കുമല്ലോ, അപ്പൊ അതിന്റെ എക്സ്പെൻസ് ഉണ്ടാവും. അത് കൂടാണ്ട് നമ്മൾ ഷോപ്പ് ചെയ്യും. ഞാൻ ഒരു 10,000 രൂപയ്ക്ക് 5,000 രൂപയ്ക്ക് ഞാൻ ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റേ വാൾനട്ട്സും ഇവിടെ എല്ലാവർക്കും കൊടുക്കാനുള്ള ഗിഫ്റ്റും അങ്ങനെയൊക്കെ ആയിട്ട് ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഗിഫ്റ്റ് നമുക്ക് ചെലവ് എടുക്കണ്ട. പിന്നെ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുതിരപ്പുറത്ത് പോകാനുള്ളതും അതുപോലെ തന്നെ അത് ഞാൻ പറഞ്ഞില്ല കേട്ടോ, ആക്ടിവിറ്റീസിന് അവിടെ ഇഷ്ടം പോലെ സാധനങ്ങൾ, സ്നോയില് പോണതും മറ്റേ ഹോക്കി കളിക്കുന്നതും മറ്റേ ഇങ്ങനെ ഗ്ലൈഡ് ചെയ്തൊക്കെ പോയില്ലടാ, അങ്ങനത്തെ കുറെ സാധനങ്ങൾ, അതിനൊക്കെ എക്സ്ട്രാ പൈസയാണ്. അപ്പോ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാല് 50, അപ്പൊ ഒരു 1.25 ആണ് ചെലവായത് എല്ലാം കൂടിയിട്ട്. ട്രെയിനിൽ പോവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ചെലവ് ചുരുക്കാട്ടെ. ഇതിപ്പോ ഞങ്ങൾ രണ്ടുപേരും മാത്രം, ഞാനും അമ്മയും കൂടെ മാത്രം വളരെ കംഫർട്ടബിൾ ആയിട്ട് പോയി വരിക. പിന്നെ ഒരു ദിവസം നല്ല ലക്ഷൂറിയസ് ആയിട്ട് താമസിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടിയിട്ടാണ് നമുക്ക് ഇതുണ്ടായിരുന്നത്. ഇതൊരു എക്സ്പീരിയൻസ്. ഇപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ഫുഡ് കഴിക്കുന്നതിനും ഹെൽത്തിന് വേണ്ടി, അതായത് ജിം മെമ്പർഷിപ്പിന് വേണ്ടി കൊടുക്കുന്ന പൈസയും അതേപോലെ തന്നെ നല്ല അനുഭവങ്ങളുള്ള യാത്രകളുണ്ടല്ലോ, ഇത്രയും സ്പെൻഡ് ചെയ്യുന്നത് ഓക്കെ ആന്നുള്ള ഒരു മനസ്സിലേക്ക് എത്തി ഞാൻ. ഓക്കെ എന്ന് മാത്രമല്ല, അത് നമുക്ക് തരുന്ന ഒരു എക്സ്പീരിയൻസും ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര വേർത്തായിട്ട് ഫീൽ ചെയ്ത് തുടങ്ങി. എനിക്ക് 35-ാമത്തെ വയസ്സിലാണ് അങ്ങനെ ഫീൽ ചെയ്ത് തുടങ്ങുന്നത് കേട്ടോ. അതുവരെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞങ്ങൾ മുന്നേ യാത്രയിലൊക്കെ വളരെ കുറവാണ്, ഒട്ടും തന്നെ യാത്ര ചെയ്തിട്ടില്ല. എന്റെ ചെറുപ്പത്തിൽ എന്റെ കല്യാണം കഴിഞ്ഞ യാത്രയെ ചെയ്തിട്ടില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കുറച്ച് സിനിമകളും അങ്ങനെയൊക്കെ കാണാൻ തന്നെ തുടങ്ങിയത്. അങ്ങനത്തെ ഒരു കൾച്ചർ തന്നെ നമ്മുടെ വീട്ടിലില്ല, കാരണം അതൊക്കെ പൈസ ചെലവാണ് അങ്ങനെ. പക്ഷെ നമുക്ക് പറ്റുമെങ്കിൽ, ഞാൻ പറയണ ഒരുപാട് സ്പെൻഡ്, അങ്ങനെയല്ല, നമ്മുടെ കയ്യിൽ ഇല്ലേന്ന് ഒരു ഭാഗം നമുക്ക് മാറ്റി വെച്ച് പോകാൻ കഴിയുമെങ്കിൽ നല്ലതാണ്. ഇങ്ങനെ അല്ലാണ്ട് വളരെ അഫോർഡബിൾ ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. ഇപ്പൊ ഇവർക്ക് കാശ്മീരിലേക്ക് പ്ലാൻ ഉണ്ട്, അതായത് ഫാന്റാസ്റ്റിക് ട്രാവൽ പ്ലാൻസിന് വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചിരുന്നു കേട്ടോ, അഫോർഡബിൾ ആയിട്ടുള്ള പ്ലാൻ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അവരിപ്പോ ഗേൾസ് ട്രിപ്പ്, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് May 8 മുതൽ 13 വരെ. അപ്പൊ സ്നോ അല്ല, സമ്മർ ആണ്. സമ്മർ കാശ്മീർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. മറ്റേ ടുലിപ്പ് ഗാർഡനും അതുപോലെ നിറയെ പച്ചപ്പും ആപ്പിളും ഗ്രീനറിയും ഒക്കെ ആയിട്ടുള്ളതാണ്. പച്ചപ്പും ഹരിതാപിയാണ്.
ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. അപ്പൊ അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ 5 രാത്രി 6 പകലിനും വേണ്ടിയിട്ട് ഉള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ശ്രീനഗറും പെഹൽഗാം അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളും ഉണ്ടാവും. പക്ഷെ സോൻമർഗിൽ സ്റ്റേ ഉണ്ടാവില്ല. ഞാൻ പോയ പോലെ സോൻമർഗിൽ സ്റ്റേ ഉണ്ടാവില്ല, പകരം പെഹൽഗാമിലായിരിക്കും സ്റ്റേ ഉണ്ടാവുക. പെഹൽഗാമും ശ്രീനഗറും ആണ് സ്റ്റേ ഉണ്ടാവുക. പിന്നെ ബാക്കി എല്ലാ സ്ഥലങ്ങളും ഉണ്ട്. ഞാനിപ്പോ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളും നമുക്ക് പോയി കറങ്ങാനൊക്കെ പറ്റും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഇൻക്ലൂഡഡ് ആണ്. അതെ, അപ്പൊ ഒരാൾക്ക് വന്നിട്ട് 15,000 ആണ് കേട്ടോ. 1.5 15,000 ആണ്. അപ്പോൾ ഗ്രൂപ്പ് ട്രാവൽ, അതായത് ഒരു ട്രാവലറിലായിരിക്കും എല്ലാവരെയും കൊണ്ടുപോവാം. ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഇൻക്ലൂഡഡ് ആണ്. മെയ് 8 മുതൽ 13 തീയതി വരെയാണ് കേട്ടോ ഉള്ളത്. ഒരാൾക്ക് 15,000 കേട്ടോ. അപ്പൊ ഞാൻ ഡീറ്റെയിൽസ് ഇടാം, ഇൻ കേസ് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾ വിളിച്ചു നോക്കൂ, സംസാരിക്കൂ, എല്ലാ രീതിയിലും ഓക്കെ ആണെങ്കിൽ യു ക്യാൻ ഗോ വിത്ത് ഇറ്റ്. അതല്ലാണ്ട് ലൈക്ക് ഒരു തരത്തിലും ഒരു റിസർച്ചും ചെയ്യാണ്ട് പോവരുത് കേട്ടോ. നമ്മള് ഒറ്റയ്ക്കാണെങ്കിൽ എസ്പെഷ്യലി ഞാൻ പറയുകയാണെങ്കിൽ ഒരു ട്രാവൽ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം വീഡിയോസ് കാണാം, മാക്സിമം ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുക. അത് നമുക്ക് നല്ലോണം ഹെൽപ്പ് ചെയ്യും. എനിക്ക് പേഴ്സണലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ശരിയാണ്, നമ്മൾ ഇൻഡിപെൻഡന്റ് ആണ്, നമുക്ക് എല്ലാം ചെയ്യാൻ കഴിയും. പക്ഷെ സമൂഹവും ലോകവും അങ്ങനത്തതല്ലാത്തത് കൊണ്ട് നമ്മൾ എക്സ്ട്രാ കെയർഫുൾ ആയിരിക്കണം. അത് അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ വേണ്ട കാര്യങ്ങൾ ആ ഒരു പ്രിക്കോഷൻ, ഞാൻ ഒരു തള്ള വൈബിൽ പറയണ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ അങ്ങനെ വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല. നമ്മൾ തനിയെ പോകുമ്പോഴാണെങ്കിലും ഞാനാണെങ്കിലും വർക്കിനാണെങ്കിലും അല്ലാണ്ടൊക്കെ ഒരുപാട് തനിയെ ട്രാവൽ ചെയ്യുന്ന ആളാണ്. പക്ഷെ മേക്ക് ഷുവർ യു ആർ സേഫ്. എല്ലാ കാര്യങ്ങളും എല്ലാ പ്രിക്കോഷൻസും എല്ലാം തന്നെ ഉണ്ടാവണം കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു കാര്യം, ഒബ്വിയസ്ലി ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ID കാർഡ് ഒക്കെ എടുക്കും. പിന്നെ ആ കേബിൾ കാറിന് പോണ സമയത്തും ID കാർഡ് എടുക്കണം. ഓക്കെ, എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ എനിക്ക് കാശ്മീർ ട്രാവൽ നൈസ് ആയിരുന്നു. 10 out of 10. എനിക്ക് അത്രയുണ്ട്. മണാലി 6, 7. അത് മലേഷ്യ 8, തായ്ലൻഡ് 10. അതൊക്കെ ഞാൻ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഈ ഞാൻ ആ ഒരു എക്സ്പീരിയൻസ് അങ്ങനെ എനിക്ക് അതിൽ നിന്ന് കിട്ടിയൊരു അനുഭവം അത് വെച്ച് നോക്കുമ്പോൾ കാശ്മീർ വാസ് സോ ബ്യൂട്ടിഫുൾ. എനിക്ക് ആ സ്നോഫോൾ കണ്ടപ്പോൾ ഒരു സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം അതിന് മുന്നേ സ്നോഫോൾ ഉണ്ടായിരുന്നില്ല, അതിനുശേഷം കുറച്ച് ദിവസം സ്നോഫോൾ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ആദ്യം സ്നോഫോൾ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അതെനിക്കൊരു നല്ല അനുഭവമായിരുന്നു. അപ്പോ അങ്ങനെ ഇനി നമുക്ക് ഞാൻ കാശ്മീരിൽ പോയപ്പോൾ ഇട്ട ഔട്ട്ഫിറ്റ്സ് കാണിച്ചു തരാം. എല്ലാം അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് ആണ്. ഞാൻ ഓൾറെഡി കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയും. അതിന്റെ ഒപ്പം തന്നെ ഇവിടെ പ്രോഡക്ട്സ് ടാഗ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ലിങ്ക്സും കൊടുക്കാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് എയർപോർട്ടിൽ പോകുമ്പോൾ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്ന സവാനയുടെ ഈ ജീൻസ് ആണ്. നമ്മൾ കഴിഞ്ഞ ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നതാണ്. സവാനയുടെ ജീൻസ് നല്ലതാണ് കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല കംഫർട്ടബിൾ ആണ്. അപ്പൊ ഈ ഒരു ബ്രൗൺ ജീൻസും ഇതേ ഒരു ബ്ലാക്ക് ക്രോപ്പ് ടോപ്പ്, ഇത് മിന്ത്രയിൽ നിന്നുള്ളതാണ്. പിന്നെ ഈ ഒരു കോഡ്രോയ് ജാക്കറ്റ്, ഇതാണ് നമ്മൾ എയർപോർട്ടിലേക്ക് ഫുള്ള് ഇട്ടിട്ടുണ്ടായിരുന്നത്. നല്ല കംഫർട്ടബിൾ ആയിരുന്നു, നല്ല സുഖമായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഒരു സിമ്പിൾ ലുക്ക് കേട്ടോ. പിന്നെ തിരിച്ചു വരുമ്പോ എയർപോർട്ടിലേക്ക് വന്ന സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നത് ഈ ഒരു സ്വെറ്റർ ടോപ്പ് ആണ് കേട്ടോ. ഇതും സവാനയിൽ നിന്ന് തന്നെയുള്ളതാണ്. ഇത്തവണ ഞാൻ സവാനയിൽ നിന്നുള്ള കുറച്ചധികം ഔട്ട്ഫിറ്റ്സ് ഇട്ടിട്ടുണ്ട്. നല്ല അതായത് തണുപ്പിന്ന് നല്ലൊരു പ്രൊട്ടക്ഷൻ കിട്ടണതാണ്. അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ്, ഒട്ടും കുത്തോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. അപ്പൊ എയർപോർട്ടിന്റെ തണുപ്പിനും ഇത് ബെസ്റ്റ് ആയിരുന്നു. അതേപോലെ തന്നെ ഞാൻ കാശ്മീർ പോയ സമയത്ത് അപ്പോഴും ഞാൻ ഒരു ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഉള്ളിലൊരു തേർമൽസ് ഇട്ടിട്ട് ഇടാവുന്നതാണ്. എഗെയിൻ ഈ ബ്രൗൺ ജീൻസിന്റെ ഒപ്പമാണ്, രണ്ടും ബ്രൗൺ, അത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അടുത്ത് വന്നിട്ട് തേർമൽസ് ആണ്. ഇത് നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് തന്നെയാണ്. കാരണം നമ്മൾ പോയ സമയത്ത് നല്ല തണുപ്പായിരുന്നു. ഇപ്പോഴും തണുപ്പ് തന്നെയാണ്. അപ്പൊ ഒരു ജോഡി തേർമൽസ് കരുതുന്നോണ്ട് തെറ്റില്ല കേട്ടോ. അപ്പൊ സ്ലീവ്ലെസ് ആയിട്ടുള്ള തേർമൽസ് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതിന്റെ മീതേക്ക് നമ്മൾ ലെയർ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇത് കുറച്ച് ചൂട് തരും. അപ്പൊ ബ്ലാക്ക് വേണമെങ്കിൽ ഇങ്ങനെയുണ്ട്. ഇത് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടും, ആമസോണിൽ നിന്ന് കിട്ടും, അങ്ങനെയൊക്കെ കിട്ടുന്നതാണ്. അതല്ല കുറച്ച് സ്ലീവ്സ് ഉള്ളത് വേണമെങ്കിൽ ഇങ്ങനത്തേതും ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിലൊരു ഫ്ലീ മെറ്റീരിയൽ കൈൻഡ് ഓഫ് സാധനം ഉണ്ടെങ്കിൽ ഒന്നും കൂടി നമുക്ക് ചൂട് തരാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അപ്പൊ തണുപ്പ് സ്ഥലത്തേക്ക് പോകുമ്പോൾ തേർമൽസ് മസ്റ്റ് ഹാവ് ആണ്. അതും സ്നോഫോൾ ഒക്കെ ഉണ്ടെങ്കിൽ 2 തേർമൽസ് ഇട്ടാലും തെറ്റില്ല കേട്ടോ. പിന്നെ നമ്മൾ അവിടെ ഹോട്ടലിൽ അവിടെ നിൽക്കണ സമയത്ത് അങ്ങനെ ചുമ്മാ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുപോയതാണ് കേട്ടോ. ഇത് സവാനയിൽ നിന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഇത് ഞാൻ ഹോൾ വീഡിയോയിൽ കാണിച്ചപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഇത് ടൂ മച്ച് നല്ലോണം ചൂടെടുക്കും. കാരണം അത് അങ്ങനത്തെ ഒരു പിഷ് കൈൻഡ് ഓഫ് മെറ്റീരിയൽ അല്ലേ. അപ്പൊ ഞാൻ അവിടേക്ക് പോയപ്പോൾ ഇട്ടപ്പോൾ എനിക്ക് നല്ലോണം അതായത് തണുപ്പുന്ന ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് തോന്നി. വീട്ടിലിട്ട് കിടക്കുമ്പോൾ അതൊരു സുഖമായിട്ട് കിടക്കുകയും ചെയ്യാമല്ലോ. നല്ല ക്യൂട്ടുമാണ് കാണാനായിട്ട്. അപ്പൊ നമുക്ക് വീഡിയോസ് ഒക്കെ എടുക്കുമ്പോഴും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇങ്ങനെ 2 എണ്ണം.
ആക്ച്വലി ഞാനിത് വീഡിയോയിൽ കാണിച്ചപ്പോൾ ഞാൻ വിചാരിച്ച അധികം ആർക്കും ഒന്നും ഇഷ്ടമായിട്ടുണ്ടാവില്ല. ക്യൂട്ടാണ്, പക്ഷെ ഇവിടെ ഇടാൻ ബുദ്ധിമുട്ടാണല്ലോ എന്ന് കരുതിയിട്ട് ആർക്കും താല്പര്യം ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് പേര് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അത് എനിക്ക് തോന്നുന്നു കുറെ പേർക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇവിടെയാണ് നമ്മൾ എ സിയിലാണ് കിടക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടാട്ടോ, നല്ല ക്യൂട്ട്. ഇത് ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴുകി, പക്ഷെ കുഴപ്പമൊന്നും പറ്റില്ല. പക്ഷെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഇതാണ് കേട്ടോ. കഴുകി 2 തവണ കഴുകി, ഒന്ന് ഞാൻ കൈ കൊണ്ട് മുക്കിയെടുത്തു, അതിനുശേഷം ഞാൻ വാഷിംഗ് മെഷീനിലും കഴുകി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, ഇനി ഉണ്ടല്ലോ ഫസ്റ്റ് ഡേ വന്നിട്ട് ഞാൻ സ്നോഫോള് കണ്ടപ്പോൾ ആക്രാന്തത്തോടു കൂടി ചാടി വീണപ്പോൾ ഞാൻ കൈ കിട്ടിയ ഒരു സ്വെറ്റർ, ഒരു ടോപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നുള്ളതാണ് കേട്ടോ. ഇതൊരു 300 റുപ്പീസ് അങ്ങനെയൊക്കെ ഉള്ളൂ. ഇതെല്ലാം എല്ലാം എന്തായാലും 1000 രൂപേനെക്കാട്ടും താഴെയാണ്. കൂടുതലും ഒരു 200-300 രൂപയ്ക്കൊക്കെ ഞാൻ നോക്കി ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ നോക്കി മേടിച്ചിട്ടുള്ള സ്വെറ്റേഴ്സ് ഉണ്ട്. ഇത് അങ്ങനത്തെ ഒരു സ്വെറ്ററാണ്. ഒരു 300 രൂപയ്ക്ക് ഉണ്ടാവുള്ളൂ. ഇത് നമുക്ക് ക്യാഷ്വലി നമ്മൾക്ക് ട്രെയിനിൽ പോകുമ്പോഴും ഫ്ലൈറ്റിൽ പോകുമ്പോഴും, അതല്ല AC ബസ്സിലൊക്കെ പോണേച്ചാൽ ഇത് ഇടാവുന്നതാണ്. പിന്നെ വന്നിട്ട് ഫസ്റ്റ് ഡേ ഔട്ട്ഫിറ്റ്. ഞാൻ ഔട്ട്ഫിറ്റിന്റെ ഭംഗി കൂടുതൽ നോക്കിയിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ സ്വെറ്റർ എടുക്കുമ്പോൾ തന്നെ എന്തായാലും മഞ്ഞ് വീണ സ്ഥലത്ത് പോകുമ്പോൾ ഇടണം എന്നുള്ളത്. കാണാനും നല്ല ഭംഗിയില്ലാതായിരുന്നു. പക്ഷെ സ്നോഫോളിന്റെ സമയത്ത് ഇടേണ്ട ഒരു ഔട്ട്ഫിറ്റ് ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. കാരണം ഇതിന് ഭയങ്കര നനവല്ലേ. സ്നോഫോൾ ഇങ്ങനെ വീണോണ്ടിരിക്കുമ്പോ ഉണ്ടല്ലോ, അതിങ്ങനെ ഒഴുകി പോണ ടൈപ്പ് ഓഫ് ജാക്കറ്റ് ഇടുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ ഞാൻ ഇട്ടിരുന്ന സ്വെറ്റർ അങ്ങനെ ഒഴുകി പോവില്ലല്ലോ, പക്ഷെ ഇങ്ങനെ മേല് ഇങ്ങനെ വീണോണ്ടിരിക്കില്ല. അപ്പൊ തണുപ്പ് കൂടുതൽ ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഞാൻ അന്നത്തെ ദിവസം തേർമൽസ് ഇട്ടിട്ട് 2 തേർമൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതാ ഈ ഒരു വൈറ്റ് ടേർട്ടിൽ നെക്ക് ടീഷർട്ട്, നല്ല കട്ടിയുള്ള ഒരു ടീഷർട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ. ഇത് ഒരു 300 റുപ്പീസ് അങ്ങനെയൊക്കെ ഉള്ളൂ. അതിനുശേഷം അതിന്റെ മീതേക്ക് ഇത് സവാനയിൽ ഞാൻ ഇപ്പോൾ ഡ്രൈ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് നല്ല മണം. സവാനയിൽ നിന്നുള്ളൊരു നല്ല രസമായിട്ടുള്ള ഒരു സ്വെറ്ററാണ്. ഇതിലിങ്ങനെ വൈറ്റ് ഹാർട്ട്സ് ഉണ്ട് കേട്ടോ. ഇതൊറ്റ സൈസിലേ ഉള്ളൂ, അതുകൊണ്ട് പ്ലാന്ന് പറഞ്ഞ് കിടക്കും. പക്ഷെ നല്ലൊരു ബോട്ടത്തിന്റെ ഒപ്പം പെയർ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്. അങ്ങനെയാണ് ഞാൻ ഈ വൈറ്റ് ബൂട്ട് കട്ട് ജീൻസിന്റെ ഒപ്പം ഇട്ടത്. പക്ഷേ കാശ്മീരില് വൈറ്റ് ബോട്ടംസ് ഇടരുത്, കാരണം അത്ര ചളി പുളിയാണ്. എസ്പെഷ്യലി സ്നോഫോളും കൂടി ആണെങ്കിൽ ചളിന്ന് പറഞ്ഞാൽ പോരാ. ഈ വെള്ള ജീൻസ് ഉണ്ടല്ലോ, അതിങ്ങനെ ഒരുമാതിരി അഴുക്കൊക്കെ, ബാക്കിലൊക്കെ അഴുക്കൊക്കെ ആയിട്ട് പറയണ്ട. ഡ്രൈ ക്ലീന് കൊടുത്തിട്ടും അവർ പറഞ്ഞു മാക്സിമം വൃത്തിയാക്കാൻ ട്രൈ ചെയ്തു, പക്ഷെ നടന്നില്ല. കുറച്ചൊക്കെ അഴുക്ക് ഇപ്പോഴും അവിടെ ഇവിടെ ഉണ്ട്. എനിക്ക് ഭയങ്കര വിഷമമായി പോയി. നല്ല ജീൻസാണ് കേട്ടോ, നല്ലൊരു ബൂട്ട് കട്ട് ജീൻസാണ്. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ ഇത് ഞാൻ ഡൈ ചെയ്ത് ബ്ലാക്കിലേക്ക് ആക്കാൻ പോവാണ്. അത് അവർ ഈസിലി ചെയ്യാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുക ഒരു ഡൈ മേടിച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ 250 രൂപയ്ക്ക് ഡൈ ചെയ്ത് തരാം എന്ന് പറഞ്ഞു. ബ്ലാക്കിലേക്ക് മാത്രമേ ഡൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു, കാരണം ഇതിൽ കുറച്ച് കളറും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ മാറ്റാൻ പോവാ. നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഔട്ട്ഫിറ്റ് കാണാനായിട്ട്, ഫോട്ടോസിൽ കാണാനും നേരിട്ട് കാണാനും. ആ ഒരു വെള്ള ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു റെഡും ആ ഒരു ഹാർട്ടും ജീൻസ് ഒക്കെ കൂടി വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് വൈറ്റ് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കിക്കോളൂ, അല്ലെങ്കിൽ ഫോട്ടോ എടുത്തിട്ട് ഇതിന്റെ മീതെ വല്ല കറുപ്പ് പാൻറ്റോ അല്ലെങ്കിൽ വേറെ ജാക്കറ്റോ അങ്ങനെയൊക്കെ കൂടി ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇതിന്റെ ഒപ്പം തന്നെ ഈ ബീനി ക്യാപ്പ്, ഇത് എന്തെങ്കിലും മുന്നേ ഉണ്ടായിരുന്നില്ല, ഡെക്കത്തലോന്നുള്ള ബീനി ക്യാപ്പാണ് കേട്ടോ, വൈറ്റ് ബീനി ക്യാപ്പ്. ഇതും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തത് പിറ്റേ ദിവസം നമ്മൾ ഗുൽമർഗിൽ പോയപ്പോൾ എനിക്ക് മനസ്സിലായി, ഇനി ഭംഗി മാത്രം നോക്കി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ വല്ല സ്ട്രക്ചറിലും കൊണ്ട് പോകേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ കാര്യമായിട്ട് 2 തെർമൽസും അതുപോലെ തന്നെ ഈ സ്റ്റോക്കിങ്സ്, 2 തെർമലിന് ശേഷമാണ് കേട്ടോ പറയണേ, ഈ സ്റ്റോക്കിങ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് ഈ ഒരു യെല്ലോ സ്വെറ്ററാണ്. ഇത് ഞാൻ മണാലി പോയപ്പോൾ 200 രൂപയ്ക്ക് മേടിച്ചതാണ് കേട്ടോ. അവിടെ കാശ്മീർ ശ്രീനഗറിൽ സൺഡേ മാർക്കറ്റ് ഉണ്ട്, അവിടെയും നമുക്ക് 50 രൂപയ്ക്കും 100 രൂപയ്ക്കൊക്കെ സ്വെറ്റേഴ്സ് ഒക്കെ കിട്ടും. യൂസ്ഡ് ആയിരിക്കും, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സരോജിനി മാർക്കറ്റിലൊക്കെ നമ്മൾ പോയി മേടിക്കുന്ന പല സാധനങ്ങളും പലരും യൂസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ കഴുകി യൂസ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും സേഫ്. പക്ഷെ കുറെ പേര് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. വേറൊരാൾ യൂസ് ചെയ്തത് നമ്മൾ മേടിച്ച് ഉപയോഗിച്ചു വിചാരിച്ചിട്ട് യാതൊരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ അങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരാളാണ്. സേഫ്റ്റിക്ക് വൃത്തിയാക്കിയിട്ട് ഉപയോഗിച്ചാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനത്തെ ഒരു മഞ്ഞ എപ്പോഴും ഉണ്ടല്ലോ, നമുക്ക് ഈ മഞ്ഞിലേക്ക് പോകുമ്പോൾ മഞ്ഞ് ഇങ്ങനെ വെള്ള ആയതുകൊണ്ട് നല്ല കോൺട്രാസ്റ്റ്, നല്ല ബ്രൈറ്റ് കളേഴ്സ് നല്ല ഭംഗിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. നല്ല രസമായിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ ഇതിന്റെ ഒപ്പം ബ്ലാക്ക് ജീൻസ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ കറക്റ്റ് പാകമുള്ള ജീൻസ് എടുത്തിട്ട് പോവുകയാണെങ്കിൽ ഹുക്ക് ഇടാൻ പറ്റില്ല. കാരണം നമ്മൾ ഇത്ര ലെയർ ചെയ്യല്ലേ, അപ്പോൾ വയറൊക്കെ ഇങ്ങനെ വീർത്തിരിക്കും. ഈ ഭാഗമൊക്കെ കുറേ ലെയറിങ് ഉള്ള കാരണം അപ്പോൾ നമുക്ക് ബട്ടൺ ഇടാൻ പാടാണ്. ഒന്നില്ലെങ്കിൽ ലൂസ് ആയിട്ടുള്ള ജീൻസ്, അതും അല്ലെങ്കിൽ
നമുക്ക് കുറച്ച് ലൂസ് ആയിട്ടുള്ള കട്ടിയുള്ള പാൻസ് ഒക്കെ ഉണ്ടാവില്ലേ, അതെടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. പിന്നെ വന്നിട്ട് ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച ഒരു ലോങ് ജാക്കറ്റ് ആണ്, 600 രൂപയ്ക്ക് മേടിച്ചതാണ് കേട്ടോ. ഇത് അടിപൊളി, അതിന്റെ ഉള്ളിൽ ഇതേപോലെ ഒരു ലെയറിങ് ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലോണം തണുപ്പിന്ന് പ്രൊട്ടക്ഷൻ തരും. അപ്പൊ ആ രീതിക്ക് നല്ലതാണ്. ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഇത് മേടിക്കണോ മേടിക്കണ്ടേ, അങ്ങനെ ഇങ്ങനെ ഭയങ്കര സംശയത്തിലായിരുന്നു. വെറുതെ 600 രൂപ കളയണോന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ ഇതെനിക്ക് നല്ലോണം ഉപകാരപ്പെട്ടു. നമ്മൾ തപ്പിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അഫോർഡബിൾ റേറ്റിൽ ഇങ്ങനത്തത് കിട്ടും. പക്ഷെ എല്ലാം കൂടി നമുക്ക് വാരി വലിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഫ്ലൈറ്റിൽ കൊണ്ടുപോകുമ്പോൾ നമുക്ക് 7 കിലോ ക്യാബിൻ ലഗേജും 15 കിലോ ആണ് നമുക്ക് പറ്റുക. പിന്നെ എല്ലാം കൂടി നമുക്ക് ഡ്രസ്സ് കൊണ്ടുപോകാനും പറ്റില്ല. തിരിച്ചു നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മേടിച്ചു കൊണ്ടുവരണ്ടേ. അപ്പൊ അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ലെയർ ചെയ്യണം. പക്ഷെ എന്നാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ച് യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഔട്ട്ഫിറ്റ്സ് എടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് മീഷോ എന്നുള്ള ഈ ഒരു സാധനമാണ് കേട്ടോ, ചെവി മറിക്കാൻ വേണ്ടിയിട്ട്. ഇത് പല കളേഴ്സിലും ഉണ്ട്. എനിക്ക് നല്ല ക്യൂട്ടായിട്ട് ഫീൽ ചെയ്തു. അപ്പൊ ഇതുണ്ട്. പിന്നെ ഒരു ഷോള്, ഇതൊരു വെറുതെ ഭംഗിക്ക്, അത് മാത്രമല്ല കഴുത്തൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് വന്നിട്ട് മീഷോ എന്നുള്ളതാണ്. എത്ര രൂപയാ, 200-300 രൂപയ്ക്കുള്ളതാണ് കേട്ടോ. പിന്നെ പിറ്റേ ദിവസത്തെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് സോൻമർഗിലേക്ക് പോണ ഔട്ട്ഫിറ്റ് ആണ്. അന്നത്തെ ദിവസം നോക്കുമ്പോൾ ഞാൻ മിന്ത്രയിൽ നിന്ന് ഓൾറെഡി മേടിച്ചിരുന്ന മുന്നുണ്ടായിരുന്ന സാധനം കേട്ടോ, ഈ ടേർട്ടിൽ നെക്ക് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ബോഡിക്കോൺ ഡ്രസ്സാണിത്. പക്ഷെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ലെയറിങ് ഒക്കെ ചെയ്തിട്ട്, അതായത് തേർമൽസ് ഒക്കെ ഇട്ടിട്ട് സ്റ്റോക്കിങ്സ് ഇട്ടതിന് ശേഷം ഈ ഡ്രസ്സ് ഇട്ടു കേട്ടോ. അതിന്റെ മീതെ ഈ ഒരു പാവാടയും കൂടി ഇട്ടിട്ട്, പിന്നെ മറ്റേ ആ ഹെഡ്ഫോൺ പോലത്തെ സാധനം ഉണ്ടല്ലോ, എന്തായാലും പറയാം, ഇയർ മഫോ അങ്ങനെ എന്തോ പറയില്ല. പിന്നെ ഇതാ ഈ ഒരു ഹാഫ് ഗ്ലൗസ് ഉണ്ട്, ഇത് മേടിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. ഇതും ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാ. എനിക്ക് തോന്നുന്നു 400 രൂപ ഒക്കെയാണ് ഉണ്ടാവുക. അപ്പൊ ഇത് യൂസ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ കുറച്ചൊരു പ്രൊട്ടക്ഷൻ കിട്ടും. പിന്നെ ഫോൺ നോക്കാനും നമുക്ക് എളുപ്പമുണ്ട്. പക്ഷെ ഒന്നും കൂടി തണുപ്പുള്ള സ്ഥലത്തേക്കാണ് പോണെന്ന് വെച്ചാൽ ഇതിന്റെ മീതേക്ക് ഈ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഗ്ലൗസും ഇടേണ്ടി വരും കേട്ടോ. എന്തായാലും ഈ ലുക്കിന് ഇത് അടിപൊളിയായിരുന്നു. ഇത് വെച്ചിട്ട് നമ്മളൊരു റീലും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെയുള്ള ഒരു പയ്യൻ തന്നെ എടുത്തുതന്ന നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അന്നേ ദിവസം സോൻമർഗിൽ വെച്ചിട്ടാണ് ഞാൻ അമ്മയെ കൊണ്ട് എടുപ്പിച്ച റീലാണ് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് ഈ ഒരു ടോട്ടിൽ നെക്ക് ബോഡിക്കോൺ ഡ്രസ്സ് പോലത്തെ സ്വെറ്റർ ഡ്രസ്സാണ്. ഇത് എനിക്ക് തോന്നുന്നു ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു 500 രൂപ ആ ഒരു റേറ്റിലാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ഇതിന് അത്ര കട്ടിയില്ല, പക്ഷെ ലെയറിംഗ് ഒക്കെ ചെയ്തപ്പോൾ നല്ലതായിരുന്നു. ഇതിന്റെ മീതെ ആ ഒരു ബ്ലാക്ക് ജാക്കറ്റ്, ഞാൻ നേരത്തെ കാണിച്ച ബ്ലാക്ക് ജാക്കറ്റും അതേപോലെ തന്നെ ഈ സ്കേർട്ട്, ഇത് ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്ക് സവാനയിലുണ്ട്, ഫ്ലിപ്കാർട്ടിലുണ്ട്. ഈ ഒരു വുളൻ നിറ്റ് സ്കേർട്ട് ഇല്ലേ, അങ്ങനെ നോക്കിയാൽ മതി. ഞാൻ എന്തായാലും ലിങ്ക് ഇടാം കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു ലുക്കായിട്ടാണ് ചെയ്തത്. അപ്പോൾ എന്നുവെച്ചാൽ എല്ലാം പുതിയതല്ല, നേരത്തെ ലുക്കൊന്ന് മാറ്റി മറിച്ചും എടുത്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ വന്നിട്ട് ഇത് അമ്മ തന്നെയാണ് കേട്ടോ ഫുൾ ടൈം ഇട്ടിട്ടുണ്ടായിരുന്ന മിന്ത്രയിൽ നിന്നുള്ളൊരു സ്വെറ്ററാണ്. ഫുൾ ടൈം അമ്മ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടി കൊണ്ടുപോയതാ. പക്ഷെ അമ്മ അവിടെ എത്തിയപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത് നല്ല തണുപ്പാണെന്നുള്ളത്. ഞാൻ നിർബന്ധം പറഞ്ഞിട്ട് അമ്മയെ കൊണ്ട് ഞാൻ തന്നെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് മറ്റേ തേർമൽസും അതേപോലെ തന്നെ വാട്ടർ പ്രൂഫ് ജാക്കറ്റ്, മറ്റേ ഡെക്കത്തലോന്ന് മേടിച്ചിട്ടുള്ള ആ ജാക്കറ്റും അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അമ്മ ഇങ്ങനെ പറയാം, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലടി, എനിക്ക് തണുപ്പ് സഹിക്കാൻ പറ്റും, ഇതൊക്കെ ഓവറാണ്. കാരണം അമ്മ ഓൾറെഡി മണാലിയിൽ പോയിട്ടുള്ളതാണ്. അപ്പൊ അമ്മയ്ക്ക് ആ ഒരു വിശ്വാസത്തില്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ചില്ലറ തണുപ്പല്ല എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞ അമ്മയടുത്ത് ഇതെന്തായാലും ഇടണം എന്ന് പറഞ്ഞിട്ട്, അപ്പൊ അമ്മ ഒരു എനിക്ക് തോന്നുന്നു 5-6 ലെയറിംഗ് ഒക്കെ ഇട്ടിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ വന്നിട്ട് നമ്മൾ നേരത്തെ കാണിച്ച ജീൻസും അതേപോലെ തന്നെ ഈ ഒരു സ്വെറ്ററും ആണ് കേട്ടോ. ഇതിന് നല്ല മണം തന്നെയാ. തിരിച്ചിട്ടെ ഇതാ ഇങ്ങനെ തൂല് പോലത്തെയാണ്. ഇത് ഹെർഡേ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോർ എന്നുള്ളതാണ്. കൊച്ചിയില് വൈറ്റില ജംഗ്ഷനിലാണോ, ജസ്റ്റ് നോക്കിയാൽ മതി. ഹെർഡേ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോർ. അവർക്ക് നല്ല രസമായിട്ടുള്ള കുറെ കൊറിയൻ വൈബിലുള്ള ഔട്ട്ഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് നല്ല ഇഷ്ടമാണ്. ആ വൈറ്റ് ഡെനിംസും അവരുടെ അവിടെ തന്നെയുള്ളതാണ്. അടുത്തത് സാരി എനിക്ക് ഞാൻ കൊണ്ടുപോയി. എനിക്ക് പക്ഷെ നന്നായി ചെയ്യാൻ പറ്റുന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഞാൻ ഇങ്ങനെ ചെയ്യണോ അങ്ങനെയൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ എല്ലാം കൂടി ഇങ്ങനെ തികഞ്ഞു വന്നപ്പോൾ സെറ്റ് ആയിട്ടോ. അപ്പൊ ഇത് വന്നിട്ട് 3 വർഷം മുമ്പ് നമ്മൾ ഈ സാരി വെച്ചിട്ട് ഒരു ലുക്ക് ചെയ്തിട്ടുണ്ട്. കേരള ട്രഡീഷണൽ കളക്ഷൻസ്, അല്ലെങ്കിൽ അവർക്ക് വേറൊരു പേജും കൂടിയുണ്ട്, വിന്റേജ് കളക്ഷൻസ് പറഞ്ഞിട്ട് അവരുടെ പേജിൽ നിന്നുള്ള സാരിയാണ്. ഞാൻ ആ ടൈമിൽ ഒരു ക്രിസ്മസ് ലുക്കായിട്ടൊക്കെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനുശേഷം ഞാൻ ഇത് ഉടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇത്തവണ ഉടുത്തപ്പോൾ ഞാൻ ഒരു സിമ്പിൾ ആയിട്ടുള്ള റെഡ് ബ്ലൗസ് വെച്ചിട്ടാണ് ഉടുത്തിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഇതിന്റെ തന്നെ ഒരു സീക്വൻസ് ബ്ലൗസ് ആയിട്ടും ഞാൻ സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നു. തോന്നുന്നു ആ വെള്ളയിൽ ആ റെഡ് വന്നപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ എംബ്രോയിഡറിയും ഒക്കെ നല്ല രസമുണ്ട്. ഞാൻ പ്ലെയിൻ സാരി കൊണ്ടുപോകാന്ന് വിചാരിച്ച ഫസ്റ്റ്, പക്ഷെ പിന്നീട് ഇതെടുത്ത് ചുമ്മാ എടുത്തതാ. പക്ഷെ നന്നായി എടുത്തത്, നല്ല രസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സ്നോയില്. പിന്നെ എനിക്ക് നല്ലോണം യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് കേട്ടോ ഈ ഹീറ്റ് പാച്ച്, അല്ലെങ്കിൽ ബോഡി വോമി എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇതൊരു ചെറിയൊരു
ഒരു സ്ക്വയർ പീസിലൊരു സാധനമാണ് കേട്ടോ. അപ്പൊ ഇത് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഒന്നില്ലെങ്കിൽ പോക്കറ്റ്സിന്റെ ഉള്ളില്, അല്ലെങ്കിൽ ഈ ഒരു ബോഡി ടു ബോഡി ടച്ച് വരാത്ത രീതിയിൽ 2 ക്ലോത്തിന്റെ ഇടയിൽ വേണം വെക്കാനായിട്ട്. അങ്ങനെ വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഫുൾ ബോഡി ആ ഒരു ചൂടുണ്ടാവില്ല, അങ്ങനെയാണ് ഇതിൽ പറയണെങ്കിലും, പക്ഷെ എന്നാലും ആ ഒരു പരിസരത്ത് ഒരു ചൂടുണ്ടാവും. അപ്പൊ ഇത് കയ്യിൽ പിടിച്ചാലും കൈക്കൊരു ചൂടുണ്ടാവും. അതല്ല നമുക്ക് കാലാണ് വല്ലാണ്ട് തണുക്കണമെന്ന് വെച്ചാൽ കാലിന്റെ അവിടെ വെക്കുക, അപ്പൊ ഒരു നല്ലൊരു ചൂട് ഫീൽ ചെയ്യും. എമർജൻസി സിറ്റുവേഷൻസിൽ ഇത് നല്ലതാണ്. ഇതെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഒരു 10 to 15 സെക്കൻഡിനുള്ളിൽ ഇത് വാമായി വരും കേട്ടോ. എന്നിട്ട് ഒരു 8 മണിക്കൂർ വരെയൊക്കെ ഇതിന്റെ ചൂടുണ്ടാവും. എനിക്ക് നല്ലതായിട്ട് തോന്നി. അപ്പോൾ ഭയങ്കര തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നല്ലതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്സ്. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഡെഫിനറ്റ്ലി സാരി ഉടുത്തതാണ് കേട്ടോ. എനിക്കത് ഒരു ആ ഒരു വീഡിയോ എനിക്ക് നല്ല സന്തോഷം തോന്നിയ ഒരു വീഡിയോ ആണ്. ചെയ്ത് കഴിഞ്ഞ് അതിങ്ങനെ എഡിറ്റ് ചെയ്തൊക്കെ വന്നപ്പോ നല്ല രസമുണ്ട്. മേ ബി എനിക്ക് തോന്നുന്നു നമ്മുടെ ജോലി ഇതായതുകൊണ്ടും ഇങ്ങനെ ചെയ്യണമെന്ന് കുറെ നാളായിട്ട് ആഗ്രഹമുള്ളത് കൊണ്ടും ഒക്കെ ആയിരിക്കും. ഞാൻ ചെയ്യുമ്പോഴേ എനിക്ക് നല്ല ഉറപ്പായിരുന്നു, അല്ലെങ്കിൽ ഞാനത് ഇടുമ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു നല്ല കമ്പാരിസൺസ് വരുന്നുള്ളത്. അഹാനയുടെ ആണെങ്കിലും ഷാനിയുടെ ആണെങ്കിലും ഹൻസികയുടെ ആണെങ്കിലും അവരൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഐ ഡു റിയലി ലവ് ദിയർ വീഡിയോസ്. എനിക്ക് ഇഷ്ടമാണ് കാണാനായിട്ട്. എസ്പെഷ്യലി അഹാനയുടെ വീഡിയോ ക്വാളിറ്റി ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. ഞാനത് അംഗീകരിക്കുന്നു, അതിൽ യാതൊരു സംശയമില്ല. അപ്പൊ കമ്പാരിസൺ വരുന്ന എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. ആൻഡ് ദാറ്റ് ഇസ് ഫൈൻ. കുറെ പേർക്ക് അഹാനയുടെയാണ് ഇഷ്ടമായത്, കുറെ പേർക്ക് മറിച്ചും തിരിച്ചൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയാണെങ്കിലും ഞാൻ ഓക്കെയാണ്. അതായത് അതും എനിക്കൊരു ഡെഫിനറ്റ്ലി നല്ലൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു. അപ്പൊ അഹാനയുടെ കണ്ടപ്പോൾ നമുക്ക് ലൈക്ക് ഓക്കെ, ഇങ്ങനെ ബെറ്റർ ആയിട്ട് നമുക്ക് ചെയ്യാം. അതിൻ്റെ ഒക്കെ ഒരു ഐഡിയാസും കാര്യങ്ങളൊക്കെ നമുക്കത് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ കാശ്മീർ ട്രിപ്പിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും. നിങ്ങൾ കാശ്മീർ പോയിട്ടുണ്ടെങ്കിൽ, ഒരുപാട് പേര് പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം, എന്താ ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് പറയും. കുറെ പേര് സോളോ ട്രിപ്പ് ഒക്കെ പോയവരുണ്ട്. ഇനി നെക്സ്റ്റ് ഡെഫിനറ്റ്ലി എനിക്കൊരു സോളോ ട്രിപ്പ് പോകണം. അത് ഇവിടെ ഒന്നല്ല, എനിക്ക് ദൂരെ എവിടെയെങ്കിലും ഒക്കെ പോകണം. ലഡാക്കായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്, പക്ഷെ എനിക്കിനി വേറെ എവിടെയെങ്കിലും പോയാൽ കൊള്ളാമെന്നുണ്ട്. ഈ വർഷം എന്തായാലും ഞാൻ സോളോ ട്രിപ്പ് പോകട്ടോ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ മൈൽ സ്റ്റോൺസ് ആണ്, ഇങ്ങനെ വേണം എന്നുള്ളത്. അപ്പോൾ കാശ്മീർ പോയിട്ടുള്ളവരുണ്ടെങ്കിൽ എന്താണ് തോന്നിയിട്ടുള്ളതെന്നും, എന്തെങ്കിലും നല്ല അനുഭവം എന്തായാലും ഉണ്ടാവും, അതുപോലെ തന്നെ എന്തെങ്കിലും വേറെ എക്സ്പീരിയൻസസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യും. അപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ ടാഗ് ചെയ്യും, അതേപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കൂ. ലവ് യു ഓൾ, സോ മച്ച്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.